ഹായ് കൂട്ടുകാരെ, ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് നമുക്കിന്നൊരു ഗാന്ധി തൊപ്പി എങ്ങനെ പെട്ടെന്ന് നിർമ്മിക്കാം എന്ന് നോക്കാം. ചാർട്ട് പേപ്പർ എടുത്തതിന് ശേഷം 35 സെൻറ്റിമീറ്ററിൽ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ മടക്കുമ്പം വളരെ നീറ്റായിട്ട് എഡ്ജുകളൊക്കെ ഒരേപോലെ വരുന്ന രീതിയിൽ മടക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിക്ക് അതിനൊന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ അതിനുശേഷം ഒരു സ്കെയിൽ എടുത്തതിന് ശേഷം 6 സെൻറ്റിമീറ്റർ ഇരുവശങ്ങളിലും മാർക്ക് ചെയ്യാം. 6 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കേട്ടോ. കുട്ടികളുടെ തലയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ സ്ക്വയർ ഷേപ്പൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. 35 സെൻറ്റിമീറ്ററിനാണ് ഞാൻ ഈ ഒരു 6 സെൻറ്റിമീറ്റർ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നീറ്റായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ സ്കെയിൽ വെച്ച് തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ഫോൾഡ് ചെയ്ത് നമുക്ക് കിട്ടും. ഇരുവശവും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മൾ മടക്കി വെച്ചതിൻ്റെ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമുക്കിത് കിട്ടുന്നത്. അതുപോലെ രണ്ടറ്റവും ഞാൻ വളരെ കെയർഫുള്ളോടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ വളരെ കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ അതിനെ തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ മറുവശവും ചെയ്തു കൊടുക്കുക. ആ ഒരു ഭാഗം നമ്മൾ രണ്ടും ഇപ്പുറത്തോട്ടേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം മുൻപ് ചെയ്തതുപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് നിവർത്തിയെടുത്തതിന് ശേഷം ഈ മിഡിലെ വശം നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് അതിനെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തട്ടോ. പിന്നെ അതേപോലെ തന്നെ മറുവശവും നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ നീറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോൾഡിങ് പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ ഒരു ക്യാപ്പ് വരത്തില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ 3 പാർട്ടായിട്ട് നമുക്ക് ഈ ഒരു വശവും ഇതുപോലെ 2 വശങ്ങളിലായിട്ട് മറുവശവും നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ 2 വശമാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 3 ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ചെയ്യേണ്ടതും വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു പോക്കറ്റ് കണ്ടോ, 3 വശം വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനൊരു പോക്കറ്റ് കൂടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മൾ ഇതിൻ്റെ 2 വശങ്ങളും ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു വശം ചെയ്തതിന് ശേഷം വളരെ സാവധാനം നമുക്ക് മറുവശവും കൂടി ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഈ ഒരു പോക്കറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിലേക്ക് വളരെ നീറ്റായിട്ട് പേപ്പർ ചുളിയാതെ വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ആ ഒരു പോക്കറ്റിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. കണ്ടില്ല, ഇതുപോലെ നമുക്ക് വളരെ നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഉള്ളതിനെ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴാണ് തൊപ്പിയുടെ ആ ഒരു ഫോമിലേക്ക് കറക്റ്റ് വരുന്നത്. ഇതുപോലെ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഇതിൽ ഫോൾഡ് ഇങ്ങനെ നീർക്കാൻ വേണ്ടിയിട്ട്. ഈ ചാർട്ട് പേപ്പറും അല്പം തിന്നായി പോയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ തിക്കായിട്ടുള്ള പേപ്പറാണ് എപ്പോഴും ഇതുപോലുള്ള ക്യാപ്പുകളൊക്കെ നിർമ്മിക്കാൻ നല്ലത്. ഇത് അല്പം തിന്നായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നിവർത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ വളരെ നീറ്റായിട്ട് അത് തയ്യാറാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പം ഓർക്കുക, കീറിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുട്ടികളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും മുതിർന്നവരുടെ കൂടെ ഹെൽപ്പ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്യുക. നല്ല തിക്കായിട്ടുള്ള ഒരു ചാർട്ട് പേപ്പർ തന്നെ ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ തൊപ്പിയുടെ ഫൈനൽ ലുക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ, അപ്പോൾ അത് നമുക്ക് കൊടിയുടെ ആ ഒരു ഇത് നമുക്ക് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. അതിന് ഞാൻ A4 സൈസിലുള്ള കളർ ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഗ്രീനും താഴെ ഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്പിൻ്റെ മറുവശത്തായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഷേപ്പിലും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഗാന്ധി തൊപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത് കേട്ടോ. ഈ കളർ പേപ്പർ ഇതുപോലെ ക്യാപ്പിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് കൊടിയുടെ, അതായത് പതാകയുടെ ആ ഒരു കളർ വെച്ച് വരച്ചൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ.
തീർച്ചയായും ക്യാപ്പൊക്കെ ഉണ്ടാക്കണം എന്നുള്ളവർ ഇപ്പം തന്നെ പണി തുടങ്ങിക്കോളൂ. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.